ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു കേട്ടോ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നല്ലൊരു മീൻ കറിയാണ്. ഈ മീൻ വറ്റിച്ചത് ഇഷ്ടമില്ലാത്ത നമ്മുടെ മലയാളികൾ വളരെ ചുരുക്കമായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു കിടിലൻ മീൻ കറിയാണ് കേട്ടോ ഞാനിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന മീൻ പിരാന ആവോലി എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി മറ്റ് സ്ഥലങ്ങളിൽ എങ്ങനെയാണ് പറയുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ മീൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മീനാണ് കേട്ടോ. അപ്പോൾ പിന്നെ അതിനായിട്ട് ഒരു സവോള എടുത്തിട്ടുണ്ട്, കുറച്ച് ചുവന്നുള്ളി, കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ആഫ്രിക്കൻ മല്ലി, കുറച്ച് വേപ്പില, പിന്നെ 2-3 പച്ചമുളകും കൂടെ വേണം നമുക്ക്. അപ്പോൾ ഒരു 4 പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഫുഡ് പ്രോസസ്സറിലിട്ട് ഒന്ന് ചെറുതാക്കി ഞാനൊന്ന് അരിഞ്ഞിട്ട് വരാം. പിന്നെ അതുപോലെ തന്നെ സവോളയും ഒന്ന് ഫുഡ് പ്രോസസ്സറിൽ ഇട്ടെടുക്കേണ്ടതുണ്ട്. മീൻ കട്ട് ചെയ്ത് കിട്ടിയപ്പോൾ തന്നെ കഴുകി വൃത്തിയാക്കി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതെല്ലാം കൂടെ തിരുമ്മിയാണ് ഫ്രീസറിൽ വെച്ചിരുന്നത്. അങ്ങനെ വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. നമ്മൾ വെറുതെ കഴുകി കവറിലാക്കി ഫ്രീസറിൽ വെക്കുന്നതിലും നല്ലത് ഇങ്ങനെ വെക്കുന്നതാണ്. ഫ്രഷ്നെസ് കൂടുവാൻ നല്ലതെന്നാണ് എൻ്റെ അനുഭവം. ഈ മീൻ ഏകദേശം 1 കിലോ ആണ് ഉള്ളത്. ഇനി നമുക്ക് എണ്ണ ചൂടാക്കി ഉലുവ വറുത്തെടുക്കാം. മൺചട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ മൺചട്ടിയിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കേട്ടോ എണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ മീൻകറിയൊക്കെ മൺചട്ടിയിൽ തന്നെ വെക്കുന്നതാണ് കേട്ടോ കൂടുതൽ നല്ലത്. അപ്പോൾ ഇനി എണ്ണ ചൂടായി വരട്ടെ. മീൻകറിയൊക്കെ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന ടേസ്റ്റ് വേറെ ഏതെണ്ണയിൽ ഉണ്ടാക്കിയാലും കിട്ടില്ല കേട്ടോ. അതുപോലെ തന്നെ ഇതുപോലത്തെ മരക്കയിൽ ഉപയോഗിച്ച് നമ്മൾ ഈ മൺചട്ടിയിലും മരക്കയിൽ തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ചട്ടിക്ക് പോറൽ വീഴാതിരിക്കാനും പെട്ടെന്ന് പൊട്ടിപ്പോകാതിരിക്കാനുമൊക്കെ നല്ലത് ഈ മരക്കയിലാണ്. ഈ ഫുഡ് പ്രോസസ്സർ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കുറേ സമയം ലാഭിക്കാം. ഈ ഉള്ളി, സവോള, ഇഞ്ചി ഒക്കെ അരിഞ്ഞിരുന്ന സമയം കളയുന്നത് നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. ചട്ടിയിൽ ഉള്ളി മൂപ്പിക്കുമ്പോൾ ഒട്ടും അടിയിൽ പിടിക്കാതിരിക്കാനായിട്ട് ഉപ്പ് കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്. അത് സാധാരണ കല്ലുപ്പും പകുതി സാധാരണ കല്ലുപ്പും പകുതി ഇന്ദുപ്പുമാണ്. ഇന്ദുപ്പിൻ്റെ ക്രിസ്റ്റൽ സാൾട്ടാണ് കേട്ടോ. ഇന്ദുപ്പ് ഇങ്ങനെ കല്ലായിട്ടും നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും, പിന്നെ പൊടിയായിട്ടും കിട്ടും. അപ്പോൾ ഞാൻ പകുതി വീതമാണ് ഈ ഉപ്പ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഈ മീനിൽ പുരട്ടി വെച്ചിരുന്ന മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടിയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് കാശ്മീരി ചില്ലിയാണ്. 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ പച്ചമുളകും ഇട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇത്രയും മതി.
ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം. ആദ്യം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഞാൻ പറഞ്ഞല്ലോ മീനിൽ തിരുമ്മി വെച്ചിരുന്നു, എങ്കിലും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടായി വരണം. ചൂടായിട്ട് വേണം നമുക്ക് ഇത് ഒന്ന് അരച്ചെടുക്കണം. ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഒരു തക്കാളി വേണമെങ്കിൽ അരിഞ്ഞിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ വഴറ്റി വേവിച്ചെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ കൂടെ അരയ്ക്കുകയും ചെയ്യാം. രണ്ട് തരത്തിലും ഈ മീൻകറി നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിൽ തക്കാളി അരയ്ക്കുന്നില്ല. അപ്പോൾ ഞാൻ അരപ്പ് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അരപ്പ് ഒഴിച്ചു കൊടുത്ത് ഇനി അത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. എന്നിട്ട് വേണം നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുവാൻ. അരപ്പ് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഉണ്ടാക്കുന്ന കറിയിൽ ഞാൻ മല്ലിപ്പൊടി ഇടാറില്ല. ഇനി ഒന്ന് പയ്യെ ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി വെന്ത് വരുമ്പോൾ നമുക്ക് അധികം ഇളക്കാനൊന്നും പറ്റില്ലല്ലോ. ഇപ്പോൾ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടേക്കാം. ഇനി നമ്മുടെ മീൻകറി ഒന്ന് വെന്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ഒരു 5 ഇതൾ കുടംപുളിയാണ് ഞാനിതിൽ ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് പുളി കഴുകി എടുത്തിട്ടുണ്ട്. ഇതിവിടെ തന്നെ ഉണ്ടായി ഉണക്കിയ പുളിയാണ്. നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്ന പുളിയൊക്കെ മിക്കവാറും പുകയത്തൊക്കെ ഉണക്കിയതായിരിക്കും. അത് കുറേ പ്രാവശ്യം നന്നായി കഴുകിയാൽ മാത്രമേ അത് നമുക്ക് ഉപയോഗിക്കാൻ കൊള്ളുള്ളൂ. അല്ലെങ്കിൽ കറി തന്നെ കറുത്തു പോകും. അതിലെ പുക ഒക്കെ നന്നായിട്ട് തന്നെ കഴുകി കളയേണ്ടി വരും. അപ്പോൾ നമ്മുടെ മീൻകറി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. അപ്പോൾ നമ്മൾ തേങ്ങ അരയ്ക്കാതെയും മല്ലിപ്പൊടി ഇടാതെയുമാണ് ഈ ഒരു മീൻകറി ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ചാറ് കണ്ടോ, അത്യാവശ്യം നല്ല തിക്കായ ഒരു ചാറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മളത് മിക്സിയിൽ ഇതിൻ്റെ മസാലകൾ അരച്ചത് കൊണ്ടാണ് നമുക്കിങ്ങനെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അറിയാത്തവർ ഇങ്ങനെ ഒരു മീൻകറി ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ജാൻസീസ് ഹോം ഡേയ്സ്.